ബജറ്റ് അവഗണന എന്നാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ? മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ? കേരളത്തിൽ സ്ത്രീകളില്ലേ? നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ, പഠിക്കും. അതാ ഞാൻ പറഞ്ഞു, അവരാരോപിച്ചോട്ടെ. എന്തോ തകരാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ? കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോ എന്താ പറഞ്ഞ? വന്നിരിക്കും. ഉടനെ വന്നോളൂ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? കോഴിക്കോട് സ്ഥലം ഇട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പ്രശ്നം. കഴിഞ്ഞ 10 വർഷമായി സ്ഥലം എത്ര എടുത്തിട്ടുണ്ട്? 150 ആണോ? അത്രയാണോ വേണ്ടേ? പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ. പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ, എന്നിട്ട് വരും. ഇതെല്ലാം കൂടി ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത്? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ബ്യൂറോക്രസിയും ഉന്നതോദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടി ആയപ്പോ വെള്ളവും കിട്ടില്ല, വെളിച്ചവും കിട്ടില്ല, ഉള്ളിയും കിട്ടില്ല, ഉള്ളക്കിഴങ്ങും കിട്ടില്ല, ഉപ്പും കിട്ടില്ല, ഒരു കോപ്പും കിട്ടില്ല. കേരളത്തിന് 2 മന്ത്രിമാരെ മാത്രമേ കിട്ടിയുള്ളൂ. ഒന്നും നടക്കില്ല എന്ന് പ്രതിപക്ഷ എംപിമാരെ വലിയൊരു ആരോപണമുണ്ട്. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. ബഡ്ജറ്റിൽ വലിയ രീതിയിൽ അവഗണന കേരളത്തിലുണ്ടായിരുന്നത് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടില്ല എന്ന് പറയുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ആരോപിച്ചോട്ടെ, അത്രേ ഉള്ളൂ. നിനക്ക് കുരു കൊണ്ടുപോകൂടാ. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തിയോ?